അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിതാബുൽ ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് മിനൽ ഖുർആനിൽ കരീം. ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഖുർആനിൽ നിന്നുള്ള ചില ആയത്തുകൾ അടിസ്ഥാനമാക്കി ഗ്രാമർ എങ്ങനെ പഠിക്കാം. നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഗ്രാമറാണ്, അറബിക് ഗ്രാമർ. ഈ അറബിക് ഗ്രാമർ പഠിക്കുന്നതിലൂടെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ സുഗമമായിരിക്കും. അതോടുകൂടെ നമ്മൾ സ്കൂളിൽ നല്ല പെർഫോമൻസ് വരുത്താൻ സാധിക്കും. ഉറുദു, അതുപോലെ ഹിന്ദി, ഏത് ഗ്രാമറും സുഗമാകുന്നതോടുകൂടെ ആ ഭാഷ നമുക്ക് സ്വായത്തമാക്കാനും അതിൽ നമുക്ക് യഥേഷ്ടം എഴുതാനും ഒരു പേടിയില്ലാതെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് ചാപ്റ്റർ വീക്ഷിക്കുക. ഇതിൽ ഈ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ആക്റ്റീവേഴ്സ്, രണ്ട് പാസീവേഴ്സ്. എന്താണ് ആക്റ്റീവേഴ്സ്, എന്താണ് പാസീവേഴ്സ്, അതാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ആക്റ്റീവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് മഅറൂഫ് എന്ന് പറയും. മഅറൂഫ് എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെട്ടത്, അതായത് ചെയ്ത ആളെ അറിയപ്പെട്ടു. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നു, അപ്പോൾ എന്നെ അറിയപ്പെട്ടില്ലേ. അതുപോലെയാണ് ആക്റ്റീവേഴ്സ്, അതായത് ഇന്ത്യക്കാരായ കേരളീയരായ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആക്റ്റീവേഴ്സിൽ മാത്രമാണ് സെൻറ്റൻസുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അറബിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും എല്ലാം അവർ ആക്റ്റീവേഴ്സിനെ ഏതുപോലെ ഉപയോഗിക്കുന്നു അതുപോലെ പാസീവ് വോയിസും ഉപയോഗിക്കും. അപ്പോൾ എന്താ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ? പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിനെ ഒബ്ജക്റ്റിന്, അതായത് മഫ്ഊൽ ബിഹി എന്ന അറബിയിൽ നമ്മൾ പറയും, അതിന് പ്രാധാന്യം നൽകി അതിനെയായിരിക്കും അവിടെ പ്രസൻറ്റ് ചെയ്യുക. അതിനാണ് പാസീവ് വോയിസ് എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണെന്ന് ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കർത്താവിന് പ്രാധാന്യം നൽകിയിട്ടുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ പറയുക ആക്റ്റീവ് വോയിസ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ തന്നെ അർത്ഥം അറിയപ്പെട്ടത് എന്നാണ്. എന്തറിയപ്പെട്ടത്? അതിൻ്റെ ഫായിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഉള്ളത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മഫ്ഊൽ ബിഹി എന്ന് അറബിയിൽ പറയും, ഇംഗ്ലീഷിൽ അതിന് ഒബ്ജക്റ്റ് എന്ന് പറയും. ഈ ഒബ്ജക്റ്റിനായിരിക്കും അവിടെ പ്രാധാന്യം ഉണ്ടാവുക. അതായത് സബ്ജക്റ്റിനെ, ആ ചെയ്യുന്ന ആളെ അവിടെ പരാമർശിക്കുകയില്ല. അങ്ങനത്തെയുള്ള സെൻറ്റൻസുകളെ നമുക്ക് പാസീവ് വോയിസ് മജ്ഹൂൽ എന്ന് പറയും. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അറിയപ്പെടാത്തത്. എന്തറിയപ്പെടാത്തത്? ഫായില്, അതായത് സബ്ജക്റ്റ് അറിയപ്പെടാം. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. കൃത്യമായിട്ട് ഞാനിവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ഗ്രാമറ്റിക്കൽ ഏത് പഠിക്കുകയാണെങ്കിലും ഈ മൂന്ന് പദങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് സബ്ജക്റ്റ്, കർത്താവ്, വെർബ് എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറയും മലയാളത്തിൽ. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മഫ്ഊൽ ബിഹി എന്ന് പറയും. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ പറയുന്ന പോലെയുള്ള അവരെ ദൈവത്തെ സംബന്ധിച്ചല്ല നമ്മൾ ഗ്രാമറിലുള്ള കർത്താവ് കേട്ടോ. അപ്പോൾ ഈ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത ആൾ. എന്നാൽ വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ആക്ഷൻ വേർഡ്സ്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ പറയാം ആക്ഷൻ വേർഡ്സ് എന്നാണ് പറയുക. അപ്പോൾ പ്രവൃത്തി എന്നാണ്. ഇനി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഈ പ്രവൃത്തി കൊണ്ട് ഫലമുണ്ടാകുന്നത്, ഫലം ആരെ മേലിലാണോ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിനാണ്, ഏത് വസ്തുവിൻ്റെ മേലിലോ അല്ല ആളുകളുടെ മേലിലോ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇത് മൂന്നും അറിയുന്ന ആൾക്കേ എന്ത് തിരിയുള്ളൂ? നമ്മളെ മഅറൂഫും തിരിയുള്ളൂ, നമ്മളെ മജ്ഹൂലും തിരിയുള്ളൂ. അതായത് ആക്റ്റീവേഴ്സും പാസീവേഴ്സും തിരിയുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. ദ ബോയ് എയ്റ്റ് പിസ്സ. ബോയ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, എയ്റ്റ് കഴിച്ചു അല്ലെങ്കിൽ ഭക്ഷിച്ചു, പിസ്സ തിന്നു എന്നാണ് ഇവിടെ ദ ബോയ് എന്നുള്ളത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ആരാണ് ഇപ്പോൾ ഇത് ചെയ്തത്? ഇത് ബോയ് ആണ്, ആൺകുട്ടി എന്നുള്ളത്. എയ്റ്റ്, ഇവിടെ പ്രവൃത്തി അതാണ്, തിന്നുക എന്നുള്ളതാണ് പ്രവൃത്തി. എന്താണ് ആ ഫലം? ആ ബോയ് ചെയ്ത ആക്ഷൻ എന്താണ്, എന്തിനെയാണ് ചെയ്തിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിസ്സ ഒബ്ജക്റ്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ രണ്ട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയണം കേട്ടോ. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരുപാട് വട്ടം ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. കൂടുതൽ തീരെ മനസ്സിലാകുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ ഇതിലും എളുപ്പത്തിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. ആക്റ്റീവേഴ്സും പാസീവേഴ്സും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ധരിക്കുന്നു. ഇനി നമ്മൾ അധ്യായത്തിലേക്ക് വരാം. ഖുർആനാണല്ലോ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം. ആ സാഹിത്യ ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ ഗ്രാമറും എല്ലാം പഠിക്കുന്നത് കേട്ടോ.
അഫല യൻദുറു മിനൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിൽ നിന്ന്, മിനൽ ഖുർആനിൽ കരീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ആയത്തുകളാണ് കൊടുക്കാൻ പോകുന്നത്. അഫല യൻദുറൂന, അവർ സത്യനിഷേധികൾ നോക്കുന്നില്ലേ, ഇലൽ ഇബിലി, ഒട്ടകത്തിലേക്ക്, കൈഫ ഖുലിഖത്ത്, എങ്ങനെ അവയെ സൃഷ്ടിക്കപ്പെട്ടു എന്ന്, എങ്ങനെ അവയെ സൃഷ്ടിക്കപ്പെട്ടു, കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഇനി അടുത്തത് അറബി മലയാളം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവാൻ വേണ്ടിയാണ് അറബി മലയാളവും കൊടുത്തിട്ടുള്ളത്. അടുത്ത ആയത്ത് വ ഇലസമായി, ആകാശത്തിലേക്കും നോക്കുന്നില്ലേ, ആകാശത്തിലേക്കും ചിന്തിച്ച് നോക്കുന്നില്ലേ, എന്താണ്, കൈഫ റുഫിയത്ത്, എങ്ങനെയാണ് അവയെ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഒരു തൂണുകളിൽ കേട്ടോ, തൂണുകളൊന്നും ഇല്ലാതെ ആകാശത്തെ എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ആയത്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആയത്തിലേക്ക്, വൈലൽ ജിബാൽ, പർവ്വതം, പർവ്വതത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ മൗണ്ടെയിൻസ് എന്ന് പറയും, മൗണ്ടെയിൻ, പർവ്വതം, ഇലൽ ജിബാലി, പർവ്വതത്തിലേക്കും നോക്കുന്നില്ലേ, കൈഫ നുസിബത്ത്, എങ്ങനെ അതിനെ പൊക്കി നിർത്തപ്പെട്ടിരിക്കുന്നു. പർവ്വതം എപ്പോഴും പൊങ്ങിയിട്ടാണല്ലോ, ഭൂമിക്ക് ഒരു ആണി പോലെ നിൽക്കുന്ന സാധനത്തിനാണ് നമ്മൾ എന്താ പറയുക, പർവ്വതം എന്ന് പറയുക. എങ്ങനെയാണ് അതിന് നുസിബത്ത്, പൊക്കി നിർത്തപ്പെട്ടു എന്ന് അവര് നോക്കുന്നില്ലേ. മൂന്നാമത്തെ ആയത്ത് കഴിഞ്ഞു. ഇനി നാലാമത്തെ, വൈലൽ അർളി കൈഫ സുത്തിയത്ത്, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, കൈഫ സുത്തിയത്ത്, എങ്ങനെ അതിനെ പരത്തപ്പെട്ടു എന്ന് അവർ നോക്കുന്നില്ലേ. 4 ആയത്തുകൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. നറ, നമ്മൾ കാണുന്നു, ഫി ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകളിൽ എത്ര ആയത്തുണ്ട്, 4 ആയത്തുകൾ അല്ലേ. ഒന്നിൽ കാണുന്നു, ഒന്നാമത്തേൽ ഹുലിക്കത്ത് എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ആയത്തിൽ റുഫിയത്ത് എന്നുള്ള ഒരു പദമുണ്ട്, മൂന്നാമത്തേൽ നുസിബത്ത് ഉണ്ട്, നാലാമത്തേൽ സുത്തിഹത്ത് ഇല്ലേ, ഉണ്ട്. ഞാൻ ഒന്ന് കാണിച്ചുതരാം. ഇതാ വൈലൽ ജിബാലി, ഇത് മൂന്നാമത്തെ അല്ലേ, വൈലൽ അർലി നാലാമത്തേൽ സുത്തിഹത്ത് ഉണ്ട്. അപ്പം എല്ലാത്തിലും അത് ഉണ്ട് എന്നുള്ള ഉറപ്പിച്ചില്ലേ. ഇനി വഹാദിഹിൽ അഫാൽ, ഇതെല്ലാം പ്രവർത്തികളാണ്, പ്രവർത്തികളല്ലേ, നോക്കിക്കോളൂ. സൃഷ്ടിക്കുക അതൊരു പ്രവൃത്തിയാണ്, ഉയർത്തുക മറ്റൊരു പ്രവൃത്തിയാണ്, പൊക്കി നിർത്തുക അതൊരു പ്രവൃത്തിയാണ്, വിശാലമാക്കപ്പെടുക അതൊരു പ്രവൃത്തി, ഒക്കെ പ്രവൃത്തിയാണ്. വഹാദിഹിൽ അഫാൽ, ഇതിന് ഈ പ്രവൃത്തി ഫീൽ എന്ന് പറയും അറബിയിൽ. മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും നമ്മൾ വെർബ് എന്ന് പറയും. എന്താ പറയുക, വെർബ്, മലയാളത്തിൽ ക്രിയ എന്ന് പറയും. ഓക്കെ, ലം യുദ്ക്കർ, ഈ പറയപ്പെടുന്ന ഫീലുകളിൽ പറയപ്പെട്ടിട്ടില്ല, മാഹ, അവയോടുകൂടെ, ഈ സെൻറ്റൻസോടുകൂടെ അല്ലെങ്കിൽ ഈ ഫീലുകളോടുകൂടെ പറയപ്പെട്ടിട്ടില്ല, ഫായിലുഹ, ആ ഫീലുകളുടെ കർത്താവിനെ പറയപ്പെട്ടില്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിക്കണോ, ആരാണെന്ന് പറഞ്ഞിക്കണോ ഇവിടെ നോക്കൂ. നിങ്ങളൊരു ഉദാഹരണത്തിൽ, വൈലസമായി, ആകാശത്തിലേക്ക് ചിന്തിച്ച് നോക്കുന്നില്ലേ, കൈഫ റുഫിയത്ത്, എങ്ങനെ അവയെ ഉയർത്തപ്പെട്ടു എന്നുള്ളത്. ആര് എന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ, ഉറപ്പിച്ചില്ലേ, ആര് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടിട്ട് കർത്താവ് അവിടെ പറഞ്ഞിട്ടില്ല, അള്ളയാണ് ശരിക്കും, പക്ഷെ പറഞ്ഞിട്ടില്ല. അള്ളയാണ് ഉയർത്തിയത്, അത് നമുക്കറിയുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ അവിടെ കർത്താവിനെ നമ്മൾ പറയപ്പെട്ടിട്ടില്ല, ആകാശത്ത് ഉയർത്തപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ കർത്താവ്, അതായത് സബ്ജക്റ്റിന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ഫീലുകളെ നമ്മൾ എന്ത് പറയുന്നു, എന്താണ് പറയുന്നത്, വഹാദിഹിൽ അഫ്ആലു ലം യുദ്കർ മാഹ ഫായിലുഹ, അവയുടെ ഫായിലിനെ പറയപ്പെട്ടില്ല, സബ്ജക്റ്റിനെ പറയപ്പെട്ടില്ല. ഇനി നമുക്ക് പറയാം അൽ ഫിഅലു നൗആനി, ഫിഅൽ എന്ന് പറയുന്ന വെർബ് 2 വിധമുണ്ട്. ഇംഗ്ലീഷിലൊക്കെ അതുപോലെ തന്നെ കേട്ടോ, 2 വിധമുണ്ട്. മാറൂഫ്, ഒന്നിൻ്റെ പേരാണ് മാറൂഫ്. മാറൂഫ് എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം അറിയപ്പെട്ടത്. രണ്ടാമത് മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത്, എന്തോ ഒന്നും അറിയപ്പെടാത്തതാണ്. നമുക്ക് ആ പദത്തിൽ നിന്ന് തന്നെ കിട്ടും. എന്ത്, മാറൂഫ് എന്ന് പറയുമ്പോൾ അറിയപ്പെട്ട, എന്ത്, ഫായിൽ അറിയപ്പെട്ട, ഫായിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അറിയപ്പെട്ടത്. രണ്ടാമത്തെ മജ്ഹൂൽ, അറിയപ്പെടാത്ത, എന്തറിയപ്പെടാത്തത്, ഫായിലിനെ അറിയപ്പെടാത്തത്, ഫായിലിനെ അറിയപ്പെടാതെ, അതായത് സബ്ജക്റ്റിനെ അറിയപ്പെടാത്തത്. സബ്ജക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി പാഠത്തിലേക്ക് വരാം. ഇതാ ദുഃഖിറ മാൽ ഫീലി ഫായിലുഹു, ഇതാ ദുഃഖിറ പറയപ്പെട്ടാൽ, മാൽ ഫീലി ഫീലിനോട് കൂടെ, ഫായിലുഹു അതിൻ്റെ കർത്താവ്, അതായത് സബ്ജക്റ്റിന് പറയപ്പെട്ടാൽ, യുസമ്മ അതിന് പറയപ്പെടും മാറൂഫൻ, മാറൂഫ് എന്ന് പറയും. മാറൂഫ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വേഴ്സ് എന്ന് പറയും. നിങ്ങൾ എല്ലാ ക്ലാസ്സിലേക്കും, +1 +2 ഡിഗ്രിക്കാണെങ്കിലും എല്ലാ ക്ലാസ്സിലും ഇത് നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കും, ആക്റ്റീവ് വേഴ്സും പാസീവ് വേഴ്സും. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ. മാറൂഫ് എന്ന് പറയും, ആക്റ്റീവ് വേഴ്സ് എന്ന് പറയും. അപ്പോൾ ആക്റ്റീവ് വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിഅലിനോട് കൂടെ ഫായിലിനെ പറയപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഫീലും ഫായിലുള്ള ഫായിലിനെ പറയപ്പെട്ടാൽ അതിനെന്ത് പറയും, മാറൂഫ് എന്ന് പറയും, ആക്റ്റീവ് വേഴ്സ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ, വൈലം യുദ്കർ പറയപ്പെട്ടില്ല, മാൽ ഫിഅലി
ഫീലിനോട് കൂടെ വെർബിനോട് കൂടെ പറയപ്പെട്ടില്ല, ഫായിലിനെ പറയപ്പെട്ടില്ല. എന്നാൽ യുസമ്മ അവക്ക് പറയപ്പെടും മജ്ഹൂലൻ. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറിയപ്പെടാത്തത്. എന്തറിയപ്പെട്ട? ഫായിൽ അറിയപ്പെടൂല. അപ്പൊ ഫായിലിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മജ്ഹൂൽ എന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? പറഞ്ഞോളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്, സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. പാസീവ് വോയിസ് എന്ന് പറയും. എന്ത് പറയും? പാസീവ് വോയിസ്. മാറൂഫ് എന്നല്ല, മജ്ഹൂൽ എന്നാണ് അതിന് പറയാ. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫീലിനോട് കൂടെ ഫായിലിനെ പറയപ്പെടാത്തത്. കിട്ടിയിട്ടുണ്ടാവില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. ഇനി വൈദാക്കാനൽ ഫീലു മജ്ഹൂലൻ. ഇനി ഒരു ഫീല് മജ്ഹൂലായ, മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഒരു ഫീല് മജ്ഹൂലായാൽ യുഖാലു ലഹു മജ്ഹൂലൻ യുഖാലു ലഹു മഫ്ഊലുൻ ബിഹി. വൈദാക്കാനൽ ഫീലു മജ്ഹൂലൻ, ഒരു ഫീല് മജ്ഹൂലായി എന്ന് പറഞ്ഞാൽ എന്താണ് മജ്ഹൂലായി എന്ന് പറഞ്ഞാൽ? അതിന് സബ്ജക്റ്റിനെ പറയപ്പെട്ടില്ല, അതായത് ഫായിലിനെ പറയപ്പെട്ടില്ല. യുഖാമു നിൽക്കപ്പെടും, മഫ്ഊലുൻ ബിഹി അവിടെ ഒബ്ജക്റ്റ്. മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. ആർക്കാണോ ഞാൻ നിങ്ങളെ അടിച്ചു എന്നാണെങ്കിൽ ആ അടി കൊണ്ടത്, ഇതിന് അസർ ഉണ്ടായതിന് നമുക്ക് മഫ്ഊലുൻ ബിഹി എന്ന് പറയും. ഇംഗ്ലീഷിന് അതിന് ഒബ്ജക്റ്റ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ഗ്രാമർ പഠിക്കുമ്പോൾ നിങ്ങളിത് പഠിക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകില്ല. എന്താ പറയുക ഇംഗ്ലീഷിൽ? ഒബ്ജക്റ്റ്. അപ്പോൾ മഫ്ഊലുൻ ബിഹിക്ക് എന്താ പറയുക? ഒബ്ജക്റ്റ് എന്ന് പറയാം. ആ ഒബ്ജക്റ്റിന് നിർത്തപ്പെടും മർഫൂഅൻ, റഫ് ചെയ്തിട്ട് നിർത്തപ്പെടും. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മ എന്ന് പറയില്ലേ നമ്മൾ, ലമ്മ് ചെയ്തിട്ട് നിർത്തപ്പെടും. മഖാമൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത്. ശരിക്കും ഈ മഫൂലിൻ്റെ ഇറാബ് എന്നാണ് നമ്മൾ അതിന് പറയാ. ഫത്തഹ് കിസർ ലമ്മ് ഇത് കൊടുക്കുന്നതിന് ഇറാബ് എന്നാണ് ആ പദം ഉപയോഗിക്കുക. പദത്തിൽ വലിയ കാര്യമൊന്നുമില്ല, നിങ്ങളെന്ത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മഫൂൽ ബിഹാണ്ട ഫായിലില്ലെങ്കിൽ ഫായിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിനെ എന്ത് നിർത്തപ്പെടും? സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് ഈ സബ്ജക്റ്റിനുള്ള ഹർക്കത്ത് ഉണ്ടല്ലോ, എന്താണ് അതിന്? റഫ് എന്ന് പറയും. ലമ്മ്. ആ റഫ് എന്ത് കൊടുക്കും? ഈ മഫ്ഊലും ബിക്ക്, അതായത് ഒബ്ജക്റ്റിന് അതേ ഇറാബ് കൊടുക്കും. ഇറാബ് എന്ന് പറഞ്ഞാൽ അടയാളം. എന്തടയാളം? ലമ്മ എന്നുള്ള അടയാളം കൊടുക്കും. ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ വളരെ സംഭവമാക്കിയിട്ട് എടുക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഇത് ആർക്കും മനസ്സിലാവും. ഓക്കെ, മഖാമൽ ഫായിലി. ഇനി അടുത്തത് വയുഖാലു ലഹു. അപ്പോൾ അതിനൊരു പേര് പറയപ്പെടും. ഈ മഫൂൽ ബിഹിക്ക് ഒരു പേര് പറയും. മഫൂൽ ബിഹിനെ ഇപ്പോൾ ആരെ സ്ഥാനത്ത് നിർത്തിക്കണേ? നമ്മൾ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തി. ഫായിൽ ഇല്ലെങ്കിൽ മൂപ്പര ഭാഗത്ത് സ്ഥാനത്ത് എന്ത് ചെയ്തു? ഈ മഫൂൽ ബിഹിനെ കൊണ്ട് നിർത്തിക്കുകയാണ്. അപ്പോൾ അതിന് പേര് പറയും നായിബ് ഫായിൽ, ഫായിലിൻ്റെ പകരക്കാരൻ. എന്താ പറയുക? മഫൂൽ ബി ആണെന്നാണ് കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ ഒരു പേരും കൊടുക്കും. നിങ്ങൾക്ക് ഒരു പേര് തരാം. എന്താ പേര്? നായിബ് ഫായിൽ, ഫായിലിൻ്റെ പകരക്കാരൻ. നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ നായിബിൻ്റെ പകരക്കാരൻ എന്നാണ്. ഇനി വഹുവ മർഫൂൻ കൽ ഫായിലി. ഫായിലിന് നമുക്ക് റഫ് ഉണ്ടാവുക. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മ് ഉണ്ടാവും. എപ്പോഴും ഫായിൽ എന്തായിരിക്കും? ഫായിലിന് അറിയപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ത്? അത് റഫ് ഉണ്ടെങ്കിൽ, ഫീലിൻ്റെ ശേഷം റഫ് ഉണ്ടെങ്കിൽ അത് ഫായിലാണെന്ന് മനസ്സിലാവും. ഓക്കെ, മർഫു ആണ് കൽ ഫായിലി, ഫായിലിനെ പോലെ. ഫായിലിന് എന്താണ് പറയാനുള്ളത്? ലമ്മുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയുള്ള മഫ്ഊലും ബിക്ക്, അതായത് ഒബ്ജക്റ്റിന് അടയാളം എന്തായിരിക്കും? ലമ്മായിരിക്കും. ശരിക്കും അതിൻ്റെ അടയാളം എന്താണ്? ഫത്ഹാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നായിബായി വന്നതുകൊണ്ട് ഇദ്ദേഹത്തിനുള്ള സ്ഥാനം തന്നെ ആ മഫ്ഊൽ ബിഹിക്കും കൊടുത്തു എന്നുള്ളതാണ് കാര്യം. ഇനി വൈലം യകുൻ ലിൽ ഫിഅലി മഫ്ഊലും ബിഹി, ഒരു ഫീലിന് മഫ്ഊലും ബിഹി ഇല്ല, മഫ്ഊലും ബിഹി ഇല്ല. ലാ യുദ്കറുൽ ഫിഅലു ഇല്ലാ മഅൽ ഫായിലി, അപ്പോൾ ഫീലും ഫായിലും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് അറിയുന്ന സംഭവമാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അങ്ങാടിയിൽ പോയി. ഒരു ഉദാഹരണം പറയാം. ഐ ഗോ ടു മാർക്കറ്റ്, ഞാൻ അങ്ങാടിയിൽ പോകുന്നു. ഇവിടെ എന്താ ഉള്ളൂ? അങ്ങാടിയിൽ എന്നുള്ളത് ഒബ്ജക്റ്റ് അല്ല, ടു എന്നുള്ളതിന് ശേഷമുള്ള ഒബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് ഇതിൽ എന്തുണ്ടാവുള്ള? ലാ യുദ്കറുൽ ഫീലു ഇല്ലാ മഅൽ ഫായിൽ, ഫായിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പോയി എന്ന് പറഞ്ഞില്ലേ? ഐ ഗോ, ഞാൻ പോകുന്നു. ഐ ഗോ ടു മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. അങ്ങനെ ഒബ്ജക്റ്റ് ഇല്ലാത്ത ഏതൊരു കുറേ ഫീലുകൾ അങ്ങനെ ഉണ്ട്, ഒബ്ജക്റ്റ് അതിന് തീരെ ഉണ്ടാവില്ല. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗോ എന്നുള്ളത്, പോവുക എന്നുള്ളത്. ഇനി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, നമ്മൾ ഓരോ ക്ലാസ്സിൽ അതിന് അനുസരിച്ച് വിശദീകരിക്കുന്നതാണ്. ഇനി നമുക്കൊരു ബൈത്ത് ഉണ്ട് ഇവിടെ. യനൂബ് മഫ്ഊലും ബിഹി അൻ ഫാഇലി ഫീമാ ലഹു കനീല ഖൈറുനാഇലി. ഒരു ബൈത്തിലൂടെ നമുക്ക് ഇതിൻ്റെ ഈ പറയപ്പെട്ടതിനെ നമുക്ക് പ്രതിനിധീകരിച്ചിരുന്നു. യനൂബു പകരം വരും, പകരക്കാരനെ. മഫ്ഊലും ബിഹി പകരക്കാരനായി വരും. അൻ ഫായിലി, ഫായിലിനെ തൊട്ട്. അപ്പോൾ ഫായിലിന് പകരം ആര് വരും? മഫ്ഊലും ബിഹി വരും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതന്നെ നമ്മൾ പഠിച്ചത്. ആരാണ് ഇപ്പോൾ വരിക? ഈ ഫായിലില്ല. അപ്പോൾ ഫായിലില്ലാത്തപ്പോൾ ആരാണ് അതിൻ്റെ കൂടെ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുക?
മഫൂലും ബി അതായത് ഒബ്ജക്റ്റ് നിൽക്കും. ഫീമാ ലഹു ഒരു ഉദാഹരണത്തിലാണ് ഏതാണ് നീല ഖൈറു നായിലി, നീല ഖൈറു നായിലി എന്നുള്ള ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അവിടെ ഖൈറായ സമ്മാനം നൽകപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം എന്താണ്? നൽകപ്പെട്ടു. നീല എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടു. ഖൈറു നായിലി, നായിലി ഖൈറായ സമ്മാനം നൽകപ്പെട്ടു എന്നാണ് അർത്ഥം. ആര് നൽകി ഇല്ല അവിടെ. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, ലമ്മാണുള്ളത്. ഇവിടെ ലമ്മാണ് ഖൈറു എന്നുള്ളത്. ഇത് ശരിക്കും മഫ്ഊലും ബിഹിയാണ്, അതായത് ഒബ്ജക്റ്റ് ആണ്. ഈ സെന്റൻസിലുള്ള ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ലമ്മ് ചെയ്തു. ശരിക്കും ഈ ഒബ്ജക്റ്റ് ഉണ്ടാവേണ്ട ഞാൻ ചെയ്തു എന്നാണെങ്കിൽ നീല എന്ന് പറയുമ്പോൾ അവിടെ നീല എന്ന് ആവൂല, അതിന് വേറെ നാല എന്നുള്ള പദമാണ് ഉപയോഗിക്കാം. നാല ഖൈറനായിലി എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു എന്നാവും അർത്ഥം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റിനെ അതായത് ഫായിലിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മഫ്ഊല് ബിഹി എന്ത് വന്നിട്ടുണ്ട്? സ്ഥാനത്ത് വന്നു. അതിന് നമ്മൾ ലമ്മ് ചെയ്തു. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത സ്ലൈഡിൽ നമുക്ക് പഠിക്കാം ഇതിലുള്ള ആക്ടിവിറ്റീസ്, ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത് സ്കൂളുകൾക്കും നമ്മുടെ ലൈഫ് ലോങ് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.